ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? ഇന്ന് നോക്കി രാവിലെ തന്നെ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. അതായത് കോടമഞ്ഞ് ഇങ്ങനെ മൂടിയിട്ട് നമുക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ആ ഒരു ഫീലാട്ടോ. ഫുള്ളൊരു പുകമയ കേട്ടോ. പുറകിലേക്കുള്ളൊരു ഭാഗമൊന്നും നമുക്കങ്ങനെ കറക്റ്റായിട്ട് കാണാനേ പറ്റില്ല. അത്രത്തോളം അങ്ങനെ ഫോഴ്സിൽ കോടമഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കണേ. അപ്പോൾ ഒരു കോടമഞ്ഞ് മാത്രമല്ല കേട്ടോ, കൂടെ ചെറിയ രീതിയിലൊരു കാറ്റും അതേപോലെ തന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു തണുത്ത് വിറച്ച് കിടക്കുന്ന ഒരു മോർണിംഗ് ആണോ നമുക്കിന്ന്. അപ്പോൾ ഇതുപോലെ നല്ല തണുത്ത് വിറച്ച് കിടക്കുന്ന ഒരു ദിവസം നമുക്ക് എങ്ങോട്ടും പോകാൻ എണീക്കാനൊന്നും തോന്നില്ലല്ലേ. എന്നാലും നമുക്കിന്നൊരു സ്ഥലം വരെ എന്തായാലും പോകണ്ടോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. നോക്കി ഫുള്ള് നമുക്ക് ആ ഒരു നമ്മുടെ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അത്രത്തോളം നന്നായിട്ട് കുട ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളൊരു പുകമായതിൻ്റെ ഒരു ഫീലാണ്. നമുക്ക് നമ്മുടെ വീടിൻ്റെ പുറകുവശം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത്രത്തോളം ഫോഴ്സിലാട്ടോ കോട വന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ്റെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ദിവസമാണ്. അപ്പോൾ എന്തായാലും അന്ന് നമ്മുടെ ആവണിക്കുട്ടിനെയും നമ്മൾ അംഗൻവാടിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അതായത് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും വന്ന് പോളിയോ എടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്കും പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോളിയോ തുള്ളിമരുന്ന് കൊടുക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കട്ടെ. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ ഈ ബുക്ക് എടുത്തപ്പോൾ ആൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അവൾ വരില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഒരു വിധത്തിലേക്ക് എന്തായാലും വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. കാരണം ബുക്ക് വേണ്ട തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും കൈയോട്, അതായത് വരില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഒന്നും നോക്കില്ല, കൈയോടെ എടുത്ത് തൂക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ വണ്ടി കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചകളായാലും ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേനും കുറച്ച് പേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് പോളിയൊക്കെ എടുത്തതാ തിരിച്ച് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ അവണിക്കുട്ടിക്ക് ഡോറ് തുറന്ന ആൾ ചാടി കയറിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ആൾക്കാരിങ്ങനെ വന്നിങ്ങനെ എടുത്തെടുത്ത് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോഴത്തേനും ഒരു 8:30 9 മണി അടുപ്പിച്ചായിട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് തന്നെ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. നോക്കി കാര്യമായിട്ട് തുള്ളിമരുന്ന് കുടിക്കാനുള്ള ഒരു ആവേശത്തിലാണ് നമ്മുടെ ആവണിക്കുട്ടി. അതിൻ്റെ ഇടയ്ക്ക് ടീച്ചർ ആളുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ എടുത്തു കേട്ടോ. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേയുടെ ഭാഗമായിട്ട് പോളിയോ തുള്ളിമരുന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ ആവണിക്കുട്ടി. അപ്പോൾ എന്തായാലും എല്ലാ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷിതാക്കൾ നിർബന്ധമായിട്ട് അവനവൻ്റെ പോളിംഗ് ബൂത്തുകളിൽ പോയിട്ട് ഈ ഒരു പോളിയോ തുള്ളിമരുന്ന് 2 തുള്ളി, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫിൽ. കാരണം പോളിയോ എന്ന് പറയുന്ന ഒരു മാരക രോഗത്തിനെതിരെയാണ് നമ്മൾ ഈ ഒരു തുള്ളിമരുന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ടാകുന്ന വിചാരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കയ്യിലൊക്കെ മഷിയൊക്കെ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ എന്തായാലും നമ്മുടെ ആവണിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളത് ഇറങ്ങാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോഴാട്ടോ ഇവിടെ വേറൊരു കുട്ടി പണി ഞാൻ കണ്ടത്. ആളതാ നമുക്ക് ചെറിയൊരു ഹായൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആവണിക്കുട്ടി വണ്ടി കയറുക ആളുടെ അച്ഛൻ പോളിയോ എടുത്തൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നതിന്